രാഹുൽ ഈശ്വർ, ഇന്നിപ്പോൾ സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു. ആ ജാമ്യം നൽകേണ്ടത് തന്നെയാണ്. 7 വർഷത്തിന് ശേഷം ജാമ്യം നൽകില്ല എന്നൊരു നിലപാട് സുപ്രീം കോടതിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ വിചാരണയുമായി ബന്ധപ്പെട്ടും കോടതി ചില ആശങ്കകൾ പറയുന്നു. എന്തുകൊണ്ട് വിചാരണ അവസാനിക്കുന്നില്ല? അന്തിമവാദത്തിന് എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നതടക്കം കോടതി ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളിൽ അസ്വാഭാവികത തോന്നുന്നുണ്ടോ അതോ തോന്നുന്നില്ലേ രാഹുലിന്? ജിൻസന് കൊടുത്ത സമയത്തിന്റെ പകുതി സമയം എനിക്ക് തന്നാൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, 2762 ദിവസം പൾസർ സുനി ജയിലിൽ കിടന്നു. അതിൽ 75 ദിവസമാണ് ബൈജു പൗലോസിന്റെ ഈ വിസ്താരം നടന്നത്. ഈ 75 ദിവസം കാരണമാണോ 2700 ദിവസം നമ്മുടെ പൾസർ സുനി ജയിലിൽ കിടന്നത്? അല്ലല്ലോ. അപ്പൊ പൾസർ സുനി ജയിലിൽ കിടന്നതിന്റെ വിഷയത്തിൽ എങ്ങനെങ്കിലും ദിലീപിനെ വലിച്ചിട്ട് ദിലീപ് മോശക്കാരനാണെന്നും ഇതിന്റെ എല്ലാം പിന്നിൽ ദിലീപാണെന്നും ചിത്രീകരിക്കാൻ ചില ദിലീപ് വിരോധികൾ ശ്രമിക്കുന്നുണ്ട്. അതിന് എന്ത് അർത്ഥമാണുള്ളത്? ഇനി 2, കേസ് താമസിച്ചതിന്റെ റീസൺസ് ഞാൻ പറയാം. 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് രാഹുൽ, ഈ പൾസർ സുനിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടല്ല ആ വാദം, അതുമായി ബന്ധപ്പെട്ട് ചേർക്കരുത്. വിചാരണ നീണ്ടതും പൾസർ സുനിയുടെ ജാമ്യം വൈകിയതുമായി ബന്ധമില്ല. അതെങ്ങനെ അങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ദിലീപ് 75 ദിവസം ഇത് വിസ്തരിച്ചതും, അല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ അഭിഭാഷകർ 75 ദിവസം ബൈജു പൗലോസിനെ വിസ്തരിച്ചതും പൾസർ സുനിയുടെ ജാമ്യം തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അല്ലല്ല, ഈ കേസിൽ ജാമ്യം നൽകിക്കൊണ്ട് കേസിന്റെ ഭാവിയെക്കുറിച്ച് കോടതിക്ക് ആശങ്കപ്പെടാം. സുപ്രീം കോടതി പറഞ്ഞ കാര്യത്തിൽ സുപ്രീം കോടതിയോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി കേസ് എന്തുകൊണ്ടാണ് നീണ്ടുപോയത്? ഇനി കേസ് നീണ്ടുപോകുന്നതിന് കാരണങ്ങളുണ്ടല്ലോ. കേസ് നീളരുതെന്നും ഇത് ഗണപതി കല്യാണം പോലെ ആയതെന്നും പലപ്പോഴും ദിലീപ് അനുകൂലിയായ ഞാൻ കേസിനെ നീട്ടിക്കൊണ്ടുപോകാൻ ദിലീപ് വിരോധികളുമാണ് ശ്രമിച്ചത്. 2-3 പെട്ടെന്നുള്ള തെളിവ് തരാം. 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസ് സ്മൃതിക്ക് ഓർമ്മ കാണും. ആ കേസ് എന്തായി? ഇപ്പൊ ആരെങ്കിലും ആ കേസ് അന്വേഷിക്കുന്നുണ്ടോ? ഇതിനെക്കാട്ടി ഗൗരവമുള്ള കേസാണല്ലോ. അതായത് ബലാത്സംഗ കൊട്ടേഷനെക്കാട്ടി ഗൗരവമുള്ള കേസാണല്ലോ 4 കേരള പോലീസിലെ വർക്കിംഗ് പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ്. ആ കേസ് എന്തായി? അപ്പോ പോലീസുകാരെ കൊല്ലാൻ കേസ് എന്റെ സ്മൃതി പറഞ്ഞോട്ടെ. എന്തായി ആ കേസ്? ആ കേസിൽ എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ? ആ കേസിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ പിന്നീട് കേട്ടോ? പച്ച കള്ള കേസല്ലേ. അതായത് ഇത്രയും ഉളുപ്പില്ലാതെ കേരള പോലീസിലെ ചില ആൾക്കാർ ചെയ്തല്ലേ. കേരള പോലീസ് ഉഗ്രൻ ഫോഴ്സാണ്. പക്ഷേ കേരള പോലീസിലെ ചില പുഴുക്കുത്തുകൾ എങ്ങനെയെങ്കിലും ദിലീപിനെ വീണ്ടും ഈ കേസിൽ പെടുത്താനും കൂടുതൽ തെളിവ് ശേഖരിക്കാനും മറ്റൊരു ക്യാമോഫ്ലാഷ് കൊണ്ടുപോകുന്നു. നികേഷ് സാറിന്റെ വാക്കുകളാണ്. അതായത് ബേസിക്കലി 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് കള്ളക്കേസ് എടുക്കാൻ മടിയില്ലാത്തവർക്കാണോ ഈ കേസിൽ ദിലീപിനെ പെടുത്താൻ മടി? ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് കള്ളക്കേസ് ഇട്ടവർക്കാണോ ഒരു ഗൂഢാലോചന കേസിൽ ദിലീപിനെ പെടുത്താൻ മടി? 2, 50 ലക്ഷം രൂപ വേങ്ങരയെ കൊണ്ടൊരു നേതാവിന് കൊടുത്തു. ഗോൾഡൻ, NIA, ദാവൂദ് ഇബ്രാഹിം, കാവ്യമാധവനാണ് മാഡം. കാവ്യമാധവന്റെ അമ്മയാണ് മാഡം. എന്തൊക്കെ ചർച്ചയായിരുന്നു. നുണകളുടെ പെരുമഴ ഓരോന്നായിട്ട് ഇല്ലാതായി. പക്ഷെ ഒരു കാര്യം സത്യമാണ്, പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്നതായിരുന്നു. കേരള ഗവൺമെന്റ് ശക്തമായി വാദിക്കണമായിരുന്നു. ഇനിയും 2-3 പ്രോസസ്സേ ഉള്ളൂ. ഒന്ന് 313 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവസാനം വാദമുണ്ട്, ഇൻക്രിമിനേറ്റിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കും, പിന്നെ അവസാനത്തെ അല്ലെങ്കിൽ വിധി പ്രസ്താവം. 3 മുതൽ 4 മാസം വരെ, 100 മുതൽ 120 ദിവസം വരെ എടുക്കും ഈ കേസിന്റെ കൺക്ലൂഷൻ വരാൻ. കേരള ഗവൺമെന്റ് ശക്തമായി സുപ്രീം കോടതി പറയണമായിരുന്നു. 7 വർഷം കാത്തിരുന്നില്ലേ, ഇനി 3 മാസം കൂടെ കാത്തിരുന്നാൽ പോരെ, അപ്പം വിധി പ്രസ്താവം വരും എന്ന് കേരള ഗവൺമെന്റ് സുപ്രീം കോടതി ശക്തമായി പറയുമായിരുന്നു. എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് പറയാത്തത്? ഈ അവസരത്തിൽ എങ്ങനെങ്കിലും ദിലീപിനെ കരിവാരിത്തേക്കാൻ ഈ വിഷയം. ദിലീപ് ഈ കേസ് വൈകിച്ചിട്ടുണ്ട്. 57 പെറ്റീഷനുകൾ വിചാരണ നടക്കുന്നതിന് മുമ്പ് 57 പെറ്റീഷനുകൾ കൊടുത്തുകൊണ്ട് ഈ വിചാരണ നടപടികളിലേക്ക് പോകുന്നത് വൈകിച്ചിട്ടുണ്ട്. വിചാരണ നടപടി നീട്ടുന്നതിന് ദിലീപിന്റെ അഭിഭാഷകനും ശ്രമിച്ചിട്ടുണ്ട്. സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ കാര്യമാണ്. വിചാരണ നടപടികൾ വൈകിക്കുന്നതിൽ ദിലീപിന്റെ അഭിഭാഷകരാണ് പങ്ക്. എങ്ങനെയാണ് ബൈജു പൗലോസിനെ 109 ദിവസം വിസ്തരിക്കുക, അതിജീവിതയെ 7 ദിവസം വിസ്തരിക്കുക, മറ്റ് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ 13 ദിവസം വീതം വിസ്തരിക്കുക? ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല, കണക്ക് മാറ്റി പറയരുതല്ലോ. കോടതി വന്ന വാർത്ത 95 എന്നാണ്, അതല്ല 75 സത്യം. നമ്മൾ കണക്ക് മാറ്റി പറയരുതല്ലോ. 150 ദിവസം അല്ല, 95 ദിവസം വന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി. പക്ഷേ തെറ്റാണ്. യഥാർത്ഥത്തിൽ 75 ദിവസമേ വന്നുള്ളൂ. നമ്മൾ കണക്കിന്റെ കാര്യത്തിൽ മാറ്റി പറയരുത്. വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാം. അപ്പൊ ശ്രീ ദിലീപ് എങ്ങനെ താമസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെങ്കിലും ഈ അവസരത്തിൽ പൾസർ സുനിയുടെ ജാമ്യം എന്ന വൈകാരിക വിഷയം ഉപയോഗിച്ച് അതിൽ കൂടെ ദിലീപിനെ പെടുത്താനും ദിലീപിനെതിരെ ക്യാമ്പയിൻ ചെയ്യാനും ദിലീപ് വിരോധികൾ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശമാണ്. പക്ഷേ ഒരു കാര്യം അറിയുമോ? ദിലീപ് അനുകൂലി
ഒരു കാര്യം പറയുമോ? അതിജീവിത കോടതിയെ സമീപിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. അതിജീവിത കോടതിയെ സമീപിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഈ ഫോറൻസിക് അനാലിസിസ് റിപ്പോർട്ട് തടഞ്ഞത് ജഡ്ജിയാണ് എന്നവർ പറഞ്ഞു. ഹൈക്കോടതിയിൽ അതിലൊരു ഹർജി നൽകി. അല്ലേ ഈ പ്രതിയുടെ സഹോദരനും കോടതി ജീവനക്കാരനും കൂടി തന്റെ വീഡിയോ കണ്ടു എന്ന് പറയുന്നു. ഈ പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല. താങ്കൾ പറഞ്ഞ പുഴുക്കുത്തായ പോലീസുകാരായിരിക്കാം ഒരു പക്ഷേ എഫ്ഐആർ ഇടാഞ്ഞത്, അല്ലേ? പുഴുക്കുത്തായ പോലീസുകാർ ദിലീപിനെ കൊടുക്കാനായി വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തു. അത് DGP ആയ ശ്രീലേഖ മാഡം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് പോലീസിലെ ചില പുഴുക്കുത്തുകൾ ദിലീപിന്റെ പുറകിൽ പൾസർ സുനി നിൽക്കുന്ന ഫോട്ടോഷോപ്പിൽ വരച്ചു ചേർക്കുകയും ദിലീപിന്റെ നീല ടീഷർട്ട് വില കുറഞ്ഞ പെയിന്റ് ബ്രഷ് വെച്ച് അടിച്ചു ചേർക്കുകയും ചെയ്തു. അതായത് ഫ്രീ വേർഷൻ പെയിന്റ് ബ്രഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസുകാരോട് ഈ പുഴുക്കുത്തുകളോടുള്ള റിക്വസ്റ്റ് അടുത്ത തവണ പെയ്ഡ് വേർഷനായ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ കേരള പോലീസ് നാണക്കേടാണ്. അത്ര വ്യാജ തെളിവ് വരെ ഉണ്ടാക്കി. രണ്ട്, കേരള പോലീസ് അതിജീവിതരുടെ കൂടെ അല്ലേ, മാധ്യമങ്ങൾ അതിജീവിതരുടെ കൂടെ അല്ലേ, സിവിൽ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാർ അതിജീവിതരുടെ അല്ലേ? നിങ്ങൾ അതിശക്തമായി പോകണമായിരുന്നു. പകരം ജഡ്ജിയെ അധിക്ഷേപിച്ചു, DGP അധിക്ഷേപിച്ചു, എല്ലാരെയും അധിക്ഷേപിച്ചു. യഥാർത്ഥത്തിൽ ദിലീപിനെതിരെ കടുതോണിയോളം പോലും തെളിവില്ല. ദിലീപ് നിരപരാധിയാണ്. അതിജീവിതയെ പോലും ബന്ധം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതായത് അതിജീവിതയെ തെറ്റിദ്ധരിപ്പിച്ച് ദിലീപിനെതിരെ ദിലീപ് വിരോധികൾ ക്യാമ്പയിൻ നടത്തുകയായിരുന്നു. അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം ദിലീപാണോ ഇതിന്റെ പുറകിൽ നിന്ന്? അതിജീവിതയെ പൾസർ സുനിയെ അതിജീവിത കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പൾസർ സുനി തെറ്റുകാരനാണ്, അയാളുടെ കൂട്ടാളികളും തെറ്റുകാരാണ്. പക്ഷേ 3 മാസത്തിന് ശേഷം ഫെബ്രുവരിയിൽ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ജൂലൈയിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ദിലീപിനെ വീണ്ടും ഇതിൽ പെടുത്തുകയാണ്. ദിലീപിനെതിരെ ക്യാമ്പയിൻ നടന്നതാണ്. ദിലീപിനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ്. ഈ മീഡിയ ക്യാമ്പയിൻ ഒരുപക്ഷെ അതിജീവിത പോലും പെട്ടുപോയിരിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസിന് വിധി വരണം. ഒരു 3-4 മാസം. എന്തൊരാവേശമാണ് രാഹുൽ ഈശ്വറിന്, ദിലീപ് പക്ഷക്കാരന് എന്തൊരാവേശമാണ്. താങ്കളുടെ ആവേശം ഈ കേസിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമായി കാണേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ദീപ, ക്ഷമിക്കണം, വീണ നായർ രാഹുലിന്റെ പ്രതികരണം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്?